സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ജീവനൊടുക്കി. ചിന്നു പാപ്പു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലാണ് ചിന്നു പാപ്പു എന്ന രേഷ്മ. ആ കുട്ടി നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുമായിരുന്നു. കാണാൻ ധാരാളം ആൾക്കാർ, ഏകദേശം 2 ലക്ഷം ഫോളോവേഴ്സ് തന്നെയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അവർ ഗ്രാമീണ ജീവിതം കാസർഗോഡിൻ്റെയും അതുപോലെ അല്പം തുളു ഭാഷ കലർന്ന ഗ്രാമങ്ങളിലുമൊക്കെ അവിടെ സഞ്ചരിച്ചാണ് അവർ ഗ്രാമീണ ജീവിതം പകർത്തുന്നത്. അവിടെയുള്ളവർക്കും അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുള്ളവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ചും കാസർഗോഡ് അത് കർണാടകയുടെ അതിർത്തി കിടക്കുന്നതാണ്. തുളു ഭാഷ അവിടെയുണ്ട്, മലയാളം ഭാഷയുണ്ട്, ഒരു സങ്കര ഭാഷയുമുണ്ട്. ഇതെല്ലാം ഗ്രാമീണ ജീവിതത്തിൽ പ്രതിഫലിച്ച് നമ്മൾ കാണുന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് ചിന്നു പാപ്പു എന്ന രേഷ്മ സോഷ്യൽ മീഡിയയിൽ പകർത്തി ആൾക്കാർക്ക് എത്തിക്കുന്നത്. പ്രാദേശിക ഭാഷയിലെ രീതികൾ, സംസാര രീതികൾ, തുളു ചേർന്ന രീതികളൊക്കെ അതും ഇതിൻ്റെ നമുക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിൽ ആ പെൺകുട്ടി അവതരിപ്പിക്കുമായിരുന്നു. 24 വയസ്സുള്ളെങ്കിലും അവർ നല്ല അവതരണ രീതിയും നല്ല ശബ്ദവും അവരുടെ ഗ്രാമീണമായ ആ ഭാഷയും എല്ലാവരും ആകർഷിച്ചിരുന്നു. 2 ലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര പേര് അത് ശ്രദ്ധിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഗ്രാമീണ അന്തരീക്ഷങ്ങൾ, ആ സ്ഥലങ്ങളുടെ പുതുമകൾ, ആ സ്ഥലങ്ങൾ, പ്രാദേശികമായ സ്ഥലങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് അവർ അത് ഒപ്പിയെടുക്കുന്നതും കാണാം. ഇടയ്ക്ക് അവർ തുളു ഭാഷയിൽ കൂടി സംസാരിക്കുന്നതുകൊണ്ട് ബോർഡറിലുള്ള മലയാളം പറയുന്നവരും തുളു ഭാഷ പറയുന്നവരും ഒക്കെ എല്ലാവരും ഒരുപോലെ അവരുടെ ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രകടനം ആസ്വദിച്ചു കൊണ്ടിരുന്നത് നമ്മൾ കാണും. അവർക്ക് 24 വയസ്സുള്ളതിലും അവർ ഒരു പ്രണയ വിവാഹത്തിലായിരുന്നു നേരത്തെ. അതിലൊരു 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടികളെ ഇപ്പം ഇവർ സജീവമായി സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ആ കുട്ടികളെ അവരുടെ മാതാപിതാക്കളാണ് സംരക്ഷിക്കുന്നത്. ഇവർ ഈ അടുത്ത കാലത്ത് അവരുടെ ഭർത്താവ് ആയിട്ടുള്ള അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തി. ഇവർക്കൊരു ആൺസുഹൃത്ത് വന്നു ചേർന്നു. ആ ആൺസുഹൃത്ത് ഒപ്പമായിരുന്നവർ വീട്ടിൽ നിന്ന് മാറി ഒരു വാടക ക്വാർട്ടേഴ്സിലേക്ക് മാറി താമസിച്ചത്. ഉളിയടത്തടുക്കയിലെ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് ഇവരും ഇവരുടെ ഇപ്പോഴത്തെ കാമുകനുമായി താമസിക്കുന്നത്. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇവിടെയാണ്. പക്ഷേ അവർ കുടുംബ പ്രശ്നങ്ങൾ കാരണം അവർ ജീവനൊടുക്കി. അവരുടെ പുതിയ സുഹൃത്ത് ഇവരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അയാൾ മറ്റൊരാളെയും കൂട്ടി അവിടെ വരുന്നത്. അയാൾക്ക് സംശയം ഉണ്ടായിരിക്കാം. മറ്റൊരാളെയും കൂട്ടി അവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇവർ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത്. ആ ജീവനൊടുക്കാൻ കാരണം മുൻ ഭർത്താവാണോ അത് ഇപ്പോഴത്തെ സുഹൃത്താണോ അറിയില്ല. എങ്കിലും പോലീസ് അതേപ്പറ്റി, കാസർഗോഡ് പോലീസ് അതേപ്പറ്റി കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവരൊരു വളരെയധികം ആൾക്കാരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ഇൻസ്റ്റഗ്രാമിലും 2 ലക്ഷം പേരെയോളം അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഇവരുടെ മരണത്തിൽ ആശങ്കയുണ്ട്. എങ്ങനെയാണ് മരണം സംഭവിച്ചത്, എന്താണ് ആ മരണത്തിന് കാരണം, മുൻ ഭർത്താവാണോ ഇപ്പോഴത്തെ സുഹൃത്താണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം അവരുടെ മരണത്തിന് പല പത്രങ്ങളിലും കാണാം, ചാനലിലും ഒക്കെ വാർത്താ പ്രാധാന്യം ധാരാളമായി ലഭിച്ചു. ഇവരെ പലരും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. കാരണം 2 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവർ അവരുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും ഈ ഗ്രാമീണ സംഭവങ്ങൾ അയച്ചു കൊടുക്കുമ്പം ആ 2 ലക്ഷം ഫോളോവേഴ്സ് 4 ലക്ഷം 5 ലക്ഷമായിട്ടൊക്കെ വർദ്ധിക്കും. അതുകൊണ്ട് വലിയൊരു ജനസമൂഹം ഇവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ആരാണ് ഇവർ ഈ മരണത്തിലേക്ക് ഇവരെ നയിക്കാൻ കാരണക്കാരൻ, അതൊരു അബറ്ററ റോൾ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും പ്രേരണ കുറ്റം ചാർജ് ഷീറ്റിൽ പോലീസ് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, അവരെ ഫോളോ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് തന്നെയല്ല, അവരുടെ കുടുംബജീവിതം പശ്ചാത്തലം പലർക്കും അജ്ഞാതമായിരിക്കാം. ഇപ്പം അവരുടെ മരണത്തോടു കൂടിയാണ് ആ കുടുംബജീവിതത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ച ആ ആളെ ഉപേക്ഷിച്ചിട്ട് 2-3 മാസമായി പുതിയൊരു സുഹൃത്ത് വന്നിരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ വന്നിരിക്കാനാണ് സാധ്യത. ഏതായാലും സോഷ്യൽ മീഡിയയിലെ അവരുടെ ജീവിതം നമ്മളൊക്കെ മനസ്സിലാക്കിയെങ്കിലും അവർക്ക് സാമ്പത്തികമായ ഉന്നതി സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അവരുടെ വ്യക്തിപരമായ ജീവിതം
ഒന്നും സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ അവർ അവതരിപ്പിക്കില്ല. എങ്കിലും ആ വ്യക്തിപരമായ അവരുടെ ജീവിതം അത്ര സുഖകരമായില്ല. അവർ സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ആയിരുന്നെങ്കിലും അവരെ സാമൂഹ്യ ജീവിതത്തിൽ അവരുടെ സഞ്ചാരം അത്ര സുഖകരമായിരുന്നില്ല. അത് കുടുംബജീവിതത്തെ ബാധിക്കുകയും ആദ്യത്തെ ഭർത്താവുമായിട്ട് ബന്ധം വേർപെടുത്തുകയും പുതിയൊരു സുഹൃത്ത് വരികയും ആ സുഹൃത്ത് വന്ന ശേഷം അവരെ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ.